ആലപ്പുഴ ജില്ലയുടെ പ്രവേശന കവാടമായ അരൂർ ഇത്തവണ കേരളം ഉറ്റുനോക്കുന്ന ക്ലാസിക് പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. 2021 അതേ പോരാളികൾ വീണ്ടും നേർക്കുനേർ വന്ന് മത്സരിക്കുമ്പോൾ അരൂരിലെ കായൽക്കാറ്റിൽ ഇത്തവണ ആരുടെ കൊടിയാണ് പാറാൻ പോകുന്നത് എന്നത് പ്രവചനാതീതമായിട്ടുള്ള കാര്യമാണ്. സിറ്റിംഗ് MLAയും ഗായികയുമായ ദലീമയും കോൺഗ്രസിന്റെ കരുത്തയായ നേതാവ് ഷാനിമോൾ ഉസ്മാനും തമ്മിലുള്ള പോരാട്ടം അരൂരിനെ ഇത്തവണയും ഹോട്ട് സീറ്റാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ആ സ്ഥാനാർത്ഥികളെ നമ്മൾക്കൊന്ന് നോക്കാം. LDF വേണ്ടി CPM സ്ഥാനാർത്ഥിയായിട്ടുള്ള ദലീമ, UDF വേണ്ടി ഷാനിമോൾ ഉസ്മാൻ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, NDAക്ക് വേണ്ടി BDJS സ്ഥാനാർത്ഥിയായിട്ടുള്ള PS ജ്യോതിസാണ് മത്സരിക്കുന്നത്. ഈ 3 പേരുടെയും മത്സരം അതിശക്തമായിട്ടുള്ള പ്രചാരണങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ആ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾക്ക് ആലപ്പുഴയുടെ വടക്കൻ വാതിൽ എന്ന് പറയേണ്ടി വരും. വിപ്ലവ നായികയായിട്ടുള്ള KR ഗൗരിയമ്മ പതിറ്റാണ്ടുകളോളം അടക്കിവാണ മണ്ണാണത് അരൂർ. അവിടെയാണ് 2021 ഒരു രണ്ടാം ഭാഗം അരങ്ങേറുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാട്ടുപാടിയും ചിരിച്ചും വോട്ട് പിടിക്കുന്ന ജനപ്രിയയായിട്ടുള്ള ദലീമ തൻ്റെ കോട്ട കാക്കാൻ വേണ്ടി ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോൽക്കാൻ മനസ്സില്ലാത്ത പോരാളിയായിട്ട് ഷാനിമോൾ ഉസ്മാൻ അരൂരിൽ കൈപ്പത്തി വിരിയിക്കാൻ എല്ലാ തരത്തിലുള്ള ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ BDJS കരുത്തനായ PS ജ്യോതിസിനെ ഇറക്കിക്കൊണ്ട് NDA കളി നിയന്ത്രിക്കാനുള്ള ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നു. 7000 വോട്ടിൻ്റെ ആ നേർത്ത ഭൂരിപക്ഷം ഇത്തവണ മറിയുമോ അതോ ഉറയ്ക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് വരുന്നത്. 2016 38,000 വോട്ടിൻ്റെ കൂറ്റൻ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഇടതുകോട്ടയിൽ 2019 വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് ഷാനിമോൾ ഉസ്മാൻ ജയിച്ചിരുന്ന കാര്യം ഓർമ്മിക്കുക. പക്ഷേ 2021 ദലീമയിലൂടെ LDF തിരിച്ചു പിടിച്ചു. ഭൂരിപക്ഷം 7000 കുറഞ്ഞു എന്നുള്ളത് UDF വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമാണ്. അത് മറക്കാനും പാടില്ല. സ്ഥാനാർത്ഥികളെ നമ്മൾക്ക് വിശകലനം ചെയ്യുകയാണെങ്കിൽ LDF ദലീമ, CPM സ്ഥാനാർത്ഥിയായിട്ടുള്ള ദലീമയുടെ ശക്തി എന്ന് പറയുന്നത് സിറ്റിംഗ് MLA എന്നുള്ള നിലയിലുള്ള സ്വീകാര്യതയാണ്, വിവാദങ്ങളില്ലാത്ത ജനകീയമായ പ്രതിച്ഛായയാണ്. CPM ശക്തമായ സംഘടനാ സംവിധാനവും അവർക്ക് ഗുണകരമായ രീതിയിൽ മാറും. അതേസമയത്ത് വെല്ലുവിളിയുണ്ട്. അത് 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരം എന്നുള്ള നിലയ്ക്ക് ഉയർന്നു വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെ കുറിച്ച് പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങളും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. UDF കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷാനിമോൾ ഉസ്മാനെ സംബന്ധിച്ചിട്ട് അവരുടെ ശക്തി എന്ന് പറയുന്നത് മികച്ച വാഗ്മി എന്നുള്ള നിലയ്ക്ക് ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള അവരുടെ കഴിവാണ്. മണ്ഡലത്തിലെ സുപരിചിതയായ വ്യക്തിത്വമാണ്. 2019 അസാധ്യമായത് സാധിച്ചു എന്നുള്ള വലിയ പ്രകടന മികവ്, അസാധ്യമായത് സാധിച്ചു കാണിച്ചു എന്നുള്ള ആത്മവിശ്വാസം അവർക്ക് ഗുണകരമാകുന്നു. സ്ത്രീകൾക്കിടയിലും നിഷ്പക്ഷ വോട്ടർമാർക്കിടയിലും വലിയ സ്വാധീനമുണ്ട് എന്നുള്ള കാര്യവും മറക്കരുത്. പക്ഷേ ചില വെല്ലുവിളി എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ നേരിട്ട തോൽവി മറികടക്കാൻ ആവശ്യമായിട്ടുള്ള വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അവിടെയും ജനകീയ പ്രശ്നങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ആ ജനകീയ പ്രശ്നങ്ങൾക്കെല്ലാം അവർ ഉത്തരം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതിൽ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള PS ജ്യോതിസിനെ കുറിച്ച് കൂടി നമ്മൾക്ക് നോക്കേണ്ടതുണ്ട്. BDJS സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് മണ്ഡലത്തിൽ നിർണായകമായിട്ടുള്ള ഈഴവ വോട്ടുകളിലെ സ്വാധീനം ചെലുത്താൻ BDJS കഴിയും. NDA വോട്ടുകൾ ഇത്തവണ PS ജ്യോതിസിലൂടെ വർദ്ധിക്കുമെന്ന് BJP പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വോട്ടുകൾ ഒരു ത്രികോണ മത്സരത്തിലേക്ക് മാറുമ്പോൾ അത് ആരുടെ വോട്ടുകളെയാണ് ചോർത്തുക എന്നുള്ള ആശങ്കയാണ് അരൂരിൽ നിന്ന് ഉയരുന്നത്. ഓരോ സ്ഥാനാർത്ഥിയോടുമുള്ള ചോദ്യങ്ങൾ ഇതാണ്. അരൂരിലെ LDF സ്ഥാനാർത്ഥിയോടുള്ള ചോദ്യം, ദലീമയുടെ ചിരിയും പാട്ടും മാത്രം മതിയോ അരൂരിൻ്റെ വികസനത്തിന്? കഴിഞ്ഞ 5 വർഷം കൊണ്ട് അരൂരിലെ ജനങ്ങൾക്കായി നിങ്ങൾ ചെയ്ത് എടുത്തു പറയാവുന്ന ഒരു വികസനമെങ്കിലും പറയാമോ? ഭൂരിപക്ഷം 38,000 നിന്ന് 7,000 താഴ്ന്നത് കോട്ട തകരുന്നതിൻ്റെ തെളിവല്ലേ? ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ നിന്ന് ഉയരുകയുണ്ടായി. അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം സ്ഥാനാർത്ഥി നൽകുകയും ചെയ്തു. അത് ജനങ്ങളുടെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ അറിയാം. UDF ഷാനിമോൾ ഉസ്മാനോട് ഉള്ള ചോദ്യം എന്താണ്? അരൂരിൽ എപ്പോഴും ഒരു ഭാഗ്യപരീക്ഷണം അത് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടും 2021 വോട്ടർമാർ നിങ്ങളെ തള്ളിയത് എന്തുകൊണ്ടാണ്? ഇത്തവണയും പഴയ വികാരം മാത്രം മതിയോ ജയിക്കാൻ എന്നുള്ള ചോദ്യം വരുന്നു. അതിന് സ്ഥാനാർത്ഥി കൃത്യമായിട്ട് ഉത്തരം നൽകിയിട്ടുണ്ട്. ജനങ്ങൾ ആ ഉത്തരത്തെ നെഞ്ചേറ്റിയോ എന്ന് പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ അറിയാം. NDAയോടുള്ള ചോദ്യം എന്ന് പറയുന്നത്, അരൂരിൽ BDJS വെറും ഒരു വോട്ട് ചോർത്തുന്ന പാർട്ടി മാത്രമായിട്ട് മാറുമോ? PS ജ്യോതിസിനെ ഇറക്കി ഇത്തവണയെങ്കിലും ഇരു മുന്നണികൾക്കും ഭീഷണിയാകാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നുള്ള ചോദ്യം വരുന്നു. ആ ചോദ്യങ്ങൾക്കിടയിലും ജനകീയമായ പ്രാദേശിക ചർച്ചാ വിഷയങ്ങൾ ജനങ്ങൾ ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട്. അരൂരിലെ ചെമ്മീൻ പീലിംഗ് യൂണിറ്റുകളിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളും മലിനീകരണ വിഷയങ്ങളും ഉൾപ്പെടെയുള്ള വ്യാവസായിക പ്രശ്നങ്ങൾ ജനങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ദേശീയപാതാ വികസനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ അരൂരിൽ ഏറ്റവും ശക്തമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. NH66 വികസനവുമായി ബന്ധപ്പെട്ട കുടിയൊഴിപ്പിക്കലും പുനരധിവാസവും ഒക്കെ അവരുടെ മുമ്പിലുണ്ട്. കുടിവെള്ള പ്രശ്നം തീർച്ചയായിട്ടും ഈ വേനൽക്കാലത്ത് അരൂർ മണ്ഡലത്തിലെ പല ഭാഗങ്ങളിലും തുടരുന്ന രൂക്ഷമായിട്ടുള്ള കുടിവെള്ള ക്ഷാമത്തെക്കുറിച്ച് അവർ എടുത്തു പറയുന്നു. എഴുപുന്ന തുറവൂർ മേഖലയിലെ
തീരദേശ മേഖലയിലെ കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾ അവർ എടുത്തു കാണിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ആ പ്രാദേശിക പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവും പുതിയ സർക്കാരിലൂടെ, അല്ലെങ്കിൽ നിലവിൽ ഇരിക്കുന്ന സർക്കാർ തുടരുകയാണെങ്കിൽ ആ സർക്കാരിലൂടെ, അല്ലെങ്കിൽ NDAയിലൂടെ എന്നൊക്കെ ഓരോ വോട്ടർമാരും വിശ്വസിക്കുകയും തങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ മുമ്പിൽ ചെന്ന് ആ വികാരങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നു. ജനം അതെങ്ങനെ കാണുന്നു എന്നതിനെ അനുസരിച്ചായിരിക്കും അതിൻ്റെ ഉത്തരം ലഭിക്കുക.